ഹലോ, അസ്സലാമു അലൈക്കും. അപ്പൊ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മളിന്ന് റൂമിൽ നിന്ന് ഇറങ്ങാണ്, മൈസൂർക്കുള്ള യാത്ര തിരിച്ചാണ്. റൂമിൽ നിന്ന് ഇറങ്ങാണ്. അപ്പൊ ഇനി നമ്മള് റൂമൊക്കെ വെക്കേറ്റ് ചെയ്തു. ഇതാ റൂം കണ്ടിട്ട് റൂമ് കുഴപ്പമില്ല, നല്ല കുഴപ്പമില്ലാത്ത നീറ്റ് റൂം തന്നെ. അപ്പൊ ഇൻഷാ അല്ലാ നമ്മൾ മൈസൂർക്കുള്ള യാത്ര തിരിക്കുകയാണ്. അപ്പൊ ഇനി പോകുമ്പോഴുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ വരാം. ഓക്കെ. അപ്പൊ ഞങ്ങൾ റൂമൊക്കെ വെക്കേറ്റ് ചെയ്ത് ഇങ്ങനെ ഇറങ്ങിയിരിക്കുന്നു. പിന്നെ വണ്ടിയുടെ സൈഡിൽ തന്നെ എത്തി. റോഡൊക്കെ ശാന്തമായി കിടക്കാൻ. ഡീസൽ. അപ്പൊ നമ്മള് പമ്പ് കയറിക്കണേ. ഞാൻ എണ്ണ അടിക്കാം. ഒരു ക്ലീനിങ് ചെക്ക ഉണ്ടോ അവിടെ? ഇതാ സെറ്റു. ആകെ മഞ്ഞും. ആണോ ക്ലീനിങ് ബോയ്? എത്ര വേണം ബായ്? അത് നമ്മൾ മൈസൂർ റോഡ് കയറി. അതേതാ മല? ഊട്ടി മല. നമ്മൾ ഗൂഡല്ലൂർന്ന് പോകുന്നത് എങ്ങനെ? അത്യാവശ്യം നല്ല തിരക്കുണ്ട് റോഡില്, നല്ല തിരക്കാണ്. ഇനി നമ്മൾ ആദ്യം പോണത് എവിടേക്കാണ്? ഇപ്പൊ ഗോപാൽസ്വാമി ഹിൽസ്. ആദ്യം അവിടെ ഒരു ചെറിയ സ്പോട്ട് ഉണ്ട്, അവിടെ ഒന്ന് പോയി നോക്കാന്ന് കരുതിയിട്ടുണ്ട്. ഹൈ റേഞ്ചിലാണ്, കുഴപ്പമില്ലാത്ത വ്യൂ ഒക്കെ ഉള്ള സ്ഥലമാണെന്ന് ഇങ്ങനെ പറഞ്ഞിട്ടു. ഒന്ന് ആദ്യം അവിടേക്ക് പോയിട്ട് അവിടെ കുറച്ചു നേരം ഒന്ന് സ്പെൻഡ് ചെയ്തിട്ട് പിന്നീട് നമ്മൾ മൈസൂരിലേക്ക് തിരിക്കും. ഓക്കെ. ഓണാവുകൊണ്ട് അത്യാവശ്യം ആളൊക്കെ ഉണ്ട്, എല്ലാരും ടൂറിലാണ്. ഫോറസ്റ്റ്. ഇനി നമുക്ക് എന്തെങ്കിലുമൊക്കെ മൃഗങ്ങളൊക്കെ കണ്ടാൽ മതി. കാണണം. ബാക്കിലുണ്ടല്ലോ നിങ്ങൾ, ഇനി ഒന്നും കണ്ടില്ലെങ്കിൽ. അതാ മാനകളെ കണ്ടില്ലേ? ഒന്നിനെ വളർത്താൻ കൊണ്ടായാലോ? മാനുകൾ നല്ല ഉഷാറായിട്ട് മേഞ്ഞ് നടക്കാണ്. മാൻപേടകൾ. വാട്ട് എ ബ്യൂട്ടി. ഓളെ വൈക്കതൊക്കെ ഇറങ്ങാൻ സമരം ചെയ്യണു. വണ്ടീന്റെ മിറർമൊക്കെ ആയിരിക്കണം. തിന്നാൻ കൊടുത്തില്ലെങ്കിൽ മാറൂല ഇറക്കണത്രേ. അതങ്ങോട്ട് വരുന്നു. ഇലിച്ചമോള് പേടിച്ചു. അപ്പൊ ഗൈസ് നമ്മളെ ബന്ദിപ്പൂര് കഴിഞ്ഞു, മുതുമല കഴിഞ്ഞു. മുതുമല ടൈഗർ റിസർവ് കഴിഞ്ഞ് ബന്ദിപ്പൂര് കയറി. ബന്ദിപ്പൂര് കർണാടക സ്റ്റേറ്റ്. അപ്പൊ ഇനി ഇതിലിങ്ങനെ പോവാ. ഗുണ്ടൽപേട്ട 26 കിലോമീറ്റർ. ഗുണ്ടൽപേട്ടക്ക് എത്തുന്നതിന് കുറച്ച് മുന്നായിട്ടാണ് നമുക്ക് ഗോപാൽസ്വാമി ഹിൽസിലുള്ള റോഡ് വരും, ലെഫ്റ്റിക്ക്. അപ്പൊ നമ്മൾ അതിനങ്ങനെ കയറി പോകും. പിന്നെ നമ്മൾ ഗോപാൽസ്വാമി ഹിൽസിലൊക്കെ കണ്ടിട്ട് പിന്നെ നമ്മൾ നേരെ മൈസൂർ. വി ആർ ഗോയിങ് ടു മൈസൂർ. നമ്മളെ ബന്ദിപ്പൂർ ടൈഗർ റിസർവ് കഴിഞ്ഞ ഉടനെ ഇവിടെ ചായ കുടിക്കാൻ കയറിക്കാം. രാവിലെ ചായ ഒന്നും കുടിച്ചിട്ടില്ല. നമ്മളൊരു ചായ കുടിച്ചിട്ട് ഇനി അങ്ങനെ പോകാം. ചെറിയ കട, ദോശ, ചട്നി, ഇഡ്ഡലി, സാമ്പാർ പോരെ? അത് മതി. പൊളിക്കണം അല്ലേ? എങ്ങനെ സച്ചിനൊക്കെ പയിച്ചിട്ട് എന്നെപ്പോഴാ കാട് കയ്യാ അതൊക്കെ സച്ചോ കാട് കഴിഞ്ഞു. വിശന്നിട്ടേ കാട് എപ്പോഴാ കയ്യാ? കാട് കഴിഞ്ഞിക്കണു. ഇൻഷമോൾക്ക് എന്താണ്? എഗ് ദോശ എത്തിക്കണം ഇൻഷമോൾക്ക്. എങ്ങനെയുണ്ട്? അടിപൊളിയാ അത്ര. തുണിഞ്ഞ് ഭക്ഷണം കഴിച്ചിട്ട് നമുക്ക് അടുത്ത വീഡിയോ നോക്കാം. അപ്പൊ നമ്മളിതാ ഭക്ഷണമൊക്കെ കഴിച്ച് നമ്മൾ ഇവിടുന്ന് വണ്ടി കയറി ഇനി മൈസൂരിലേക്കുള്ള യാത്ര തിരിക്കുകയാണ്. വീണ്ടും മൈസൂരിലേക്കുള്ള യാത്ര തിരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, പോവല്ലേ? പോണ വഴിക്കൊക്കെ കാണാം. അപ്പൊ നമ്മള് ഗോപാൽസ്വാമി ഹിൽസിലുള്ള റോഡിന് തിരിഞ്ഞിരിക്കുന്നു. കണ്ടോ, ചെറിയൊരു ഗല്ലി കൂടിയുള്ള യാത്രയാണ് ഇപ്പൊ. നല്ല വ്യൂ ഉള്ള സ്ഥലമാണ്, നല്ല അടിപൊളി സ്ഥലം. എൻജോയ് ചെയ്ത്. അപ്പൊ എപ്പോഴും പറയുന്ന പോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യാം. സബ്സ്ക്രൈബ് ചെയ്യണം. ആദ്യം സബ്സ്ക്രൈബ് ചെയ്യാം. പിന്നെ ബെല്ലൈക്കണൊക്കെ ഇങ്ങനെ ഒന്ന് പൊട്ടിക്കുക. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്കും കമന്റും ഒക്കെ ചെയ്യും. തീരെ ലൈക്കുകളും ഇല്ല, കമന്റുകളും ഇല്ല.
ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാവർക്കൊക്കെ. അതിനൊന്നും ഇത്ര വലിയ ചെലവില്ലല്ലോ. വെറുതെ ഓരോ നക്കില് നിൽക്കുക, ലൈക്കായി, ഷെയറായി, കമന്റായി, ആരൊന്നും ചെയ്യൂല. എന്താ ഇതാടാ എന്താ ചോളം 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 ഇതാ ചോളം ചോളം കൃഷിയാണ് അതാണ്ടല്ലേ ഇവിടെ. അവിടെ വേറെ കൃഷി, കൃഷി ഏരിയകളാണ്. അപ്പൊ ഞങ്ങളിതാ പോണ വഴിക്കതാ നല്ലൊരു മല്ലിക തോട്ടം, ഓറഞ്ച് മല്ലിക തോട്ടം കണ്ടിരുന്നു. ഫുള്ള് അടിപൊളി എന്താ കണ്ടോ, മല്ലികപ്പാടം. സൂപ്പർ. അപ്പൊ നമ്മളിതാ ഗോപാലസ്വാമി ഹിൽസിന്റെ ഏകദേശം അടുത്തെത്തിയിട്ടുണ്ട്. ഇനിയിപ്പോ ഇവിടെ വണ്ടി നിർത്താം. ഇവിടെ നമ്മളെ വണ്ടി പാർക്ക് ചെയ്തിട്ട് അവരുടെ KSRTC ബസ്സിൽ കയറിയിട്ട് വേണം പോകാന്. അങ്ങനെയാണ് പറയുന്നത് കേട്ടത്. പോയി നോക്കട്ടെ, ഏതായാലും നമ്മളെ വണ്ടികളൊക്കെ നിർത്തി കാണാണ്ട് നോക്കട്ടെ എങ്ങനെയാണ്. അപ്പൊ നമ്മൾ ഗോപാലസ്വാമി ഹില്ല് അതിന് കയറാനുള്ള ടിക്കറ്റിന് വരികയാണ്. വമ്പം വരിക, നല്ല വെയിലുണ്ട്, നല്ല തിരക്കുണ്ട്, നല്ല വരിക അല്ലേ. നല്ല വരികയാണ് നമുക്കുള്ള പോകാനുള്ള ബസ്സിൽ വരി നിന്ന് അതിന്റെ സീറ്റ് കിട്ടുമോന്ന് അറിയില്ല. ഏതായാലും അപ്പൊ അടുത്ത വണ്ടിക്ക് പോകേണ്ടി വരും. വണ്ടി മിക്കവാറും ഫുള്ളാവും, സീറ്റ് ഇല്ലാന്ന് തോന്നുന്നത്. നിന്ന് പോയാലും വണ്ടിയില്ലാന്ന് തോന്നുന്നത്. 10 മിനിറ്റ് ഉണ്ട്. അപ്പൊ ബസ് സ്റ്റാർട്ട് ചെയ്തിട്ടോ, ബസ്സിൽ കയറി സീറ്റൊക്കെ കിട്ടിയിരിക്കണം. അപ്പൊ നമ്മളിതാ വണ്ടി പോവായി. അപ്പൊ നമ്മളിതാ ഗോപാലസ്വാമി ഹിൽസിലുള്ള യാത്രയിലാണ്. നല്ല അടിപൊളി വ്യൂ ആണ്. നല്ല അടിപൊളി വ്യൂ കേട്ടോ, രക്ഷയില്ല. നമ്മളിതാ ഗോപാലസ്വാമി ഹിൽസിലെത്തി. KSRTC ബസ്സിൽ വന്ന് ഇറങ്ങി. അവിടുന്ന് ഉള്ള യാത്ര അത് വൻ ടാസ്ക് തന്നെ കേട്ടോ, കണ്ടാ പേടിയാവും. സംഭവത്തിന്റെ മേലെ ഒന്നും പറയില്ല, അടിപൊളി പെരും വ്യൂ, പെരും കാറ്റ്. എവിടുന്ന ഈ കാറ്റ് വരുന്നു അറിയില്ല. 24 hour ഇവിടെ കാറ്റാ. എന്താ ലുക്ക്, അടിപൊളിയാണ്, അടിപൊളി. അപ്പൊ ഇവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടിട്ട് ഇനി നമ്മളിതാ അടുത്ത ബസ് നമുക്ക് തിരക്കമ്പോള ബസ്സിൽ വന്നിട്ട് അത് നമ്മളാ ബസ്സിൽ പോവാണ്. പിന്നെ അമ്പലത്തേക്കൊന്നും കയറിയിട്ടില്ല. അപ്പൊ നമ്മള് അതിന് നേരെ മൈസൂർ പോകാനുള്ളതല്ലേ. അപ്പൊ അല്ലാതെ ഇവിടെ ടൈം സ്പെൻഡ് ആക്കിയിട്ടില്ല. അപ്പൊ നമ്മള് മൈസൂർ ഓക്കെ. ബസ്സൊക്കെ എത്തി, ആളുകള് കയറി. അപ്പൊ നമ്മളിതാ ഗോപാലസ്വാമി ഹിൽസ് ഇറങ്ങി, നമ്മൾ താഴത്തേക്ക് ഇറങ്ങിക്കണു. ബസ് ഉള്ളിൽ വന്ന് ഇറങ്ങി. ഇനിയിപ്പോ കണ്ട ആളുകളൊക്കെ അങ്ങോട്ട് പോകാനാണ്. പോണ കൊണ്ട് നല്ല തിരക്കാണ്. സംഭവം എന്തായാലും അടിപൊളിയാ, സൂപ്പർ. ബസ് അടുത്ത ട്രിപ്പ്. ബസ് ഇങ്ങനെ നിൽക്കാതെ ഓടിക്കൊണ്ടിരിക്കണത്. നല്ല തിരക്കാ. ദാഹിച്ച അതിൻ്റെ ഉള്ളിൽ നിന്ന് ഒന്നും കിട്ടിയില്ല. ഇവിടുന്ന് വെള്ളം കൂടി കൊണ്ടുവരിക. ആകെ ടയർഡായി. ഇപ്പൊ ഒരു വെള്ളം കുടിച്ചിട്ട് ഇങ്ങനെ ഇളനീ കുടിക്കാണ്. 80 ഉറുപ്പ്യ കേട്ടോ, ഇളനീന് 80 ഉറുപ്പ്യ. ഒരു രക്ഷയില്ല, അറുത്ത് മുറിക്കാണ്. അപ്പൊ ഇതാ നമ്മളെ പുറത്തിറങ്ങി പാർക്കിംഗ് നിന്ന് വണ്ടിയൊക്കെ എടുത്ത് നമ്മളിതാ പോവാണ്. ഇനി നമുക്ക് പോവാള് നേരെ മൈസൂർക്കാണ് പോണത്. നമ്മൾ നേരെ മൈസൂർ പോകുന്നു. അത്യാവശ്യം നല്ല ബ്ലോക്കായി കേട്ടോ ഇവിടെ. ഞങ്ങൾ വരുമ്പോഴൊന്നും ഇത്ര തിരക്കില്ല. അപ്പൊ നല്ല ഒന്നാമത് ഓണാവോണ്ടേ ഒരു വിധം ഒരു 75% നമ്മൾ തന്നെ കേരളക്കാരനാണ്. ബാക്കിയെ പുറത്തുനിന്നുള്ളൂ. ഓണം വെക്കേഷനിൽ അടിച്ച് കയറി. ഇങ്ങോട്ട് മൈസൂർ പോയ എന്താ അവസ്ഥ എന്നാവോ. അപ്പൊ നമ്മളങ്ങനെ മൈസൂർ എത്തി. ഇനി ആദ്യം ഒരു ഫുഡ് എന്തെങ്കിലും കഴിക്കട്ടെ. അല്ലാതെ ഞാൻ രക്ഷയില്ല. കുട്ടികളൊക്കെ പ്രശ്നമുണ്ട് അറിയുന്നു.
രാവിലെ ഒരു പ്ലെയിൻ ദോശ കഴിച്ചത്. ഞങ്ങൾ അങ്ങനെ മൈസൂർ എത്തി മക്കളെ. മൈസൂർ ആദ്യം നല്ല ഹോട്ടലുണ്ട, ഫുഡ് കഴിക്കണം. 1:30 കഴിക്കണം. അപ്പൊ ഇങ്ങനെ പോട്ടെ. മൈസൂർ ടൗൺ എത്തി. ഇനി ഏതായാലും ഫുഡ് കഴിക്കാൻ ഇറങ്ങാം. ആ ഫുഡൊക്കെ കഴിച്ചിട്ട് ഒരു ഓർഡർ കിട്ടി. അവർക്ക് ഇതൊരു കേരള ഫുഡ് തന്നെ വേണമെന്നുണ്ട്. ഏതായാലും കേരള ഫുഡ് ആണെന്ന് പറഞ്ഞിട്ട് ഓർഡർ കിട്ടി. അല്ലേ വേറെ ഹോട്ടൽ കയറിയപ്പോ വെറും തൈരും ചോറാണ്. സച്ച് ആകെ അന്തം വിട്ടുപോയി. തൈരൊക്കെ കൂട്ടണേ. ഇറങ്ങല്ലേ, ഭക്ഷണമൊക്കെ ഇറങ്ങല്ലേ. അപ്പൊ ഫുഡൊക്കെ കഴിക്കാൻ കയറി 4 ആക്കേ ടൈം ഇരിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഞാൻ വല്ല പുറത്തിരുന്നേക്കാം. പിന്നെ ഭക്ഷണം എന്തൊക്കെ എല്ലാം നോക്കട്ടെ, നമുക്ക് നോക്കിയിട്ട് പറയാം. ആള് വന്നേക്കണം. എന്തൊക്കെ കഴിക്കാളെ? ചിക്കൻ ബിരിയാണി, പിന്നെ മട്ടൻ ബിരിയാണി. എന്താ ചിക്കൻ ബിരിയാണിയോ? ചിക്കൻ ബിരിയാണിയാണോ? ചിക്കൻ ബിരിയാണി പറഞ്ഞുള്ളത് 5 ആൾക്ക് 4 പറഞ്ഞിട്ടുള്ളൂ. അതിനെ തിന്നൂല. ഇവിടുത്തെ ബിരിയാണിന്റെ അവസ്ഥ എന്താണെന്ന് അറിയില്ല. നോക്കട്ടെ, ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ഒപ്പിക്കാം. ഏതായാലും കഴിക്കട്ടെ, എന്നിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ മുന്നോട്ട് പോവാം. അപ്പൊ ഗൈസ്, നമ്മള് ഭക്ഷണം കഴിച്ചിറങ്ങി. ഇനി നമ്മള് ഫസ്റ്റ് പാലസക്കാണ്. പാലസക്കുള്ള യാത്രയിലാണ്. ഇനി നമ്മൾ പാലസിലെത്തിട്ടോ. പാലസിന്റെ പാർക്കിംഗ് കയറാണ്. അതാണ് പാലസിന്റെ. നമ്മള് എവിടെയെങ്കിലും പാർക്ക് ചെയ്യണം. അപ്പൊ എല്ലായിടത്തും ഫുള്ളാ. മൈ ഗോഡ്. ഇട്ടു ഗൈസ് വണ്ടി. ഭക്ഷണം കഴിച്ചോ? ഫുഡ് കഴിച്ചോ? കഴിച്ചില്ലേ? അപ്പൊ എന്താ കഴിച്ചതിലെന്താ? വേഗിലെന്താ ഇതിൽ ബുക്കാം? സ്റ്റിക്കറോ? നോക്കട്ടെ. അപ്പൊ ബുക്ക് മാത്രം ഈ കാണിച്ചിരുന്നു, സ്റ്റിക്കറോ കാണിച്ചാട്ടെ. സ്റ്റിക്കറൊക്കെ ഉണ്ടോ? അതിനൊക്കെ എന്താ റേറ്റ്? ഇതെന്താ റേറ്റ്? 20. എന്നാ ഒരു സ്റ്റിക്കർ എടുക്കാം അല്ലേ? സ്റ്റിക്കർ മതി. ബുക്ക് അവിടെ ഉണ്ട് കേട്ടോ. ബുക്ക് വേണ്ട മോളെ. ബുക്ക് അവിടെ ഉണ്ട്, സ്റ്റിക്കർ മതി. കന്നഡ தெரியாது. നമ്പറോ? നോക്കട്ടെ. നമ്പർ കൊടുത്താണി. സാറാ എന്ത് 50 ഉണ്ടോ? വീഡിയോ എടുക്കണ എനിക്ക് മുഖം പൊത്തണ്. മുതലാണ് അതിന്റെ സജ്ജത പോന്നു. ആശയോടെ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി ഉള്ളിലേക്ക് കേറാണ്. ഇതെന്താ സംഭവം? ചെരുപ്പ് വെക്കാനുള്ള തിരക്കാണ്. ചെരുപ്പ് ഇവിടെ കീപ്പ് ചെയ്യാം. അതല്ലേ, ചെരുപ്പ് അതിൻ്റെ ഉള്ളിലേക്ക് കയറ്റാൻ പറ്റൂല. അപ്പൊ ചെരുപ്പ് വെക്കാൻ വേണ്ടിയിട്ടുള്ള തിരക്കാണ്. നമ്മൾ കീസ മേടിക്കുക, ചെരുപ്പ് ഇട്ടിട്ട് അവിടെ കൊടുക്കുക, അത് വന്നിട്ട് ചെരുപ്പ് എടുക്കുക, നമ്പർ നോക്കി വെക്കുക. അതന്നെ പരിപാടി. അപ്പൊ നമ്മളിതാ മൈസൂർ പാലസിന്റെ ഉള്ളിലാണ്. പാലസ് സിറ്റി ഭയങ്കര തിരക്ക് ചിലപ്പോ ഭയങ്കര തിരക്ക്. സംഭവം എന്താ? ഒരു 1.5 പാലസാണ്. ഇന്നത്തെ 8 വയസ്സ് വരുമാനം മതി കർണാടക സർക്കാർ രക്ഷപ്പെടാൻ. എന്താ തിരക്ക്, അടിപൊളി. അപ്പോ പാലസുകളിൽ ഇറങ്ങി ഗൈസ്, ഒരു രക്ഷയില്ല. പേരും തിരക്ക്. വീഡിയോ ഒന്നും എടുക്കാൻ തന്നെ പറ്റണില്ല. അതിനോട് നടക്കാൻ ക്യാപ്പില്ല. പിന്നെ എങ്ങനെ വീഡിയോ എടുക്കണം? വെക്കും പോലൊക്കെ ഉള്ള കളികളൊക്കെ കളിച്ചിരിക്കണം. നമുക്ക് നോക്കാം, നമുക്ക് പുറത്തുനിന്ന് വീഡിയോസ് എടുക്കാൻ പറ്റൂല. ഭയങ്കര തിരക്കാ. അപ്പൊ ഗൈസ്, ഞങ്ങൾ പാലസിന്ന് ഇറങ്ങി. ഇറങ്ങാണ്. ഇനി അടുത്തത് റൂം എടുക്കണം.
ഇവിടെ റൂം കിട്ടാൻ സംശയമാണ് എന്നൊക്കെ പറയുന്നുണ്ട്. നല്ല തിരക്കാണ്, നല്ല തിരക്കുണ്ട്. ഓണായിട്ട് ഓണത്തിരക്കാണ്. അപ്പൊ ഗൈസ് ആശയതാ റൂം നോക്കാൻ വേണ്ടി പോയിക്കണു. റൂം നോക്കിയിട്ട് സെറ്റ് ആണെങ്കിൽ ഞങ്ങക്ക് പോവാന്നുണ്ട്. ഇത് ഞങ്ങൾ വണ്ടി തന്നെ ഇരുന്നിക്കാണ്. പക്ഷെ റൂം നോക്കിയിട്ട് വരട്ടെ. അങ്ങനെ 2-3 റൂമുകളൊക്കെ പോയി നോക്കി. ഒന്നും അങ്ങോട്ട് സെറ്റ് ആവണില്ല. പിന്നെ റൂം കിട്ടി. ആശി പോയപ്പോ കുഴപ്പമൊന്നും ഇല്ലാന്ന് പറഞ്ഞപ്പോ പിന്നെ അതന്നെയാണ് ഉറപ്പിച്ച്. അപ്പൊ ഗൈസ് ഇതാണ് കേട്ടോ റൂം കാണിച്ചു തരാം. അടുത്ത റൂം ഇതാണ്. റൂമൊന്നും കിട്ടാല്ല ഉള്ളതുകൊണ്ട് നമ്മള് റൂമിൽ നിന്ന് ഇറങ്ങി. റൂം കയറി ഫ്രഷ് ആയി. അങ്ങനെ റൂമിൽ നിന്ന് ഇറങ്ങി. എങ്ങോട്ടാ എന്റെ അടുത്ത് വൃന്ദാവൻ ഗാർഡൻ. അപ്പൊ നമ്മള് വൃന്ദാവൻ ഗാർഡൻ പോവാണ്. ഇവിടുന്ന് എത്ര കിലോമീറ്റർ ഉണ്ടെന്നാണ്? 17 കിലോമീറ്റർ. 25 മിനിറ്റ്. അവിടെ എത്തിയിട്ട് കാണാം. വൃന്ദാവൻ ഗാർഡൻ എത്തിയിട്ട് കാണാം ഗായ്സ്. അപ്പൊ അങ്ങനെ നമ്മള് വണ്ടിയൊക്കെ നിർത്തിയിട്ട് പാർക്കിങ്ങിലിട്ട് പോവാണ്. പക്ഷെ വണ്ടി ഒന്നും പാർക്ക് ചെയ്യാൻ തീരെ സ്ഥലമല്ല കേട്ടോ. ഇവിടേക്ക് അങ്ങനെ കുത്തിക്കൊള്ളിച്ചിട്ട് പിന്നെ ഞാൻ ടിക്കറ്റൊക്കെ എടുക്കാൻ പോയി. ടിക്കറ്റ് എടുക്കുന്നിടത്തൊക്കെ നല്ല തിരക്കാണ്. ഏതായാലും ടിക്കറ്റൊക്കെ കിട്ടി. കുട്ടികളായിട്ട് ഞാൻ ഉള്ളിൽ കയറാനുള്ള പരിപാടിയാ. ടിക്കറ്റിനൊക്കെ ഭയങ്കര തിരക്കാ. അങ്ങനെ ഉള്ളിൽ കയറി. ഉള്ളിൽ കയറിയിട്ട് അതിൽക്കൂടെയൊക്കെ നടന്ന് കണ്ട് പിന്നെ അതിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ തന്നെ ആകെ മൂഡൗട്ടായി. ഒന്നാമത് രാത്രി സംഭവം രസമൊക്കെ തന്നെയാണ്. പക്ഷെ എന്താ വെച്ചാൽ അവിടുന്ന് നമ്മളെ റൂമിന്റെ അവിടുന്ന് ഇങ്ങോട്ട് നല്ല ടൈമുണ്ട്. ഒരു അരമണിക്കൂറിന്റെ അടുത്ത് നമ്മൾ യാത്ര തന്നെ ചെയ്യാണ്ട്. അത് ഭയങ്കര ബ്ലോക്കിലൊക്കെ പോയിട്ട് അങ്ങനെ ഒരുപാട് നേരം പോയി. അപ്പൊ ഞങ്ങളങ്ങനെ വൃന്ദാവൻ ഗാർഡനിൽ നിന്ന് ഇറങ്ങി മൈസൂർ. പിന്നെ വീണ്ടും നമ്മളെ റൂമിന്റെ അവിടേക്ക് തന്നെ വന്നു. റൂമിന്റെ അവിടേക്ക് വന്ന് അവിടെയാണ് പെരുമ്പിറ്റോ. റൂം അവിടെ അടുത്ത് എവിടെയാണ്. പക്ഷെ ഞങ്ങൾ എങ്ങനെ തരുന്നാലും റൂം കാണില്ല മക്കളെ. അത് റൂം കറങ്ങുക എന്ന് പറഞ്ഞാൽ പോരാ. മൈസൂർ മൊത്തം കറങ്ങി എന്നിട്ടും റൂം കിട്ടിയില്ല കേട്ടോ. ഞാൻ ഗൂഗിൾ മാപ്പൊക്കെ നോക്കുകയാണ്, എന്നിട്ടും കിട്ടിയില്ല. എന്തായാലും ലാസ്റ്റ് ഓട്ടോറിക്ഷക്കാരനെ വിളിക്കേണ്ടി വന്നു. ഓട്ടോറിക്ഷക്കാരനെ വിളിച്ച് റൂമിന്റെ ആളെ വിളിച്ച് അഡ്രസ്സ് പറഞ്ഞിട്ട് അവിടുത്തെ ഗല്ലിന്റെ നമ്പറും പേരൊക്കെ പറഞ്ഞെടുത്ത് അയാളെ വിളിച്ചിട്ടാണ് ഞങ്ങൾക്ക് റൂമിലേക്ക് എത്താൻ പറ്റിയത്. ഇത് ആ ഓട്ടോറിക്ഷ മുന്നിൽ പോണു. ആ ഓട്ടോറിക്ഷയിലാണ് ഞങ്ങൾ അതിനെ ഫോളോ ചെയ്ത് പോവാണ്. വല്ലാത്തൊരു സംഭവം അത്. എങ്ങനെ ആകെ 2 മിനിറ്റ് 2 കിലോമീറ്റർ ഉള്ളൂ എന്ന് റൂം കാണിക്കുന്നുണ്ട്. പക്ഷെ എങ്ങനെയാലും റൂമിൽ എത്തണില്ല. ഏതായാലും ആ ചെങ്ങാനെ വിളിച്ചതാ. മുന്നിലാ പോണ ഓട്ടോറിക്ഷ കണ്ടിട്ട് അതന്നെ വഴികാട്ടി. ഗൂഗിളൊന്നും വഴികാട്ടിട്ട് എങ്ങനെയാലും തെറ്റിപ്പോവാണ്. അങ്ങനെ ഞങ്ങൾ പോയി റൂമിലൊക്കെ റൂമിന്റെ അമ്മരത്തെത്തി. ആ ചെങ്ങയ്ക്ക് 100 റുപ്യ വെറുതെ 100 റുപ്യ പോയി. 2 കിലോമീറ്റർ ഓടാനേ. പിന്നെ രാത്രിയല്ലേ. പിന്നെ അങ്ങനെ ഏതായാലും മക്കളെ നമ്മളെ കറക്കത്തിനെ പറ്റി ആലോചിച്ച് ചിരിച്ചാണ്. ഏതായാലും കറക്കം കഴിഞ്ഞ് ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ പോകുന്നു. ഭക്ഷണം കഴിച്ച് അതിനെ പറ്റി പറയണേ. തല കറങ്ങ മൈസൂര് കറങ്ങിയിട്ട്. മൈസൂര് കറങ്ങാൻ പോവാന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷെ നല്ല കറക്കാൻ കറങ്ങിയത്. വേഗം അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചു. സച്ചൊക്കെ ഉണ്ടോ കിളി പോയിരിക്കുകയാണേ. ഫുഡൊക്കെ കഴിച്ച് ഞങ്ങള് റൂമിലേക്ക് പോവാണ് ഗൈസ്. ഗൈസിന്റെ കറക്കപ്പളും നിന്നിട്ടില്ല. ഇപ്പോഴും വട്ട കറങ്ങിക്കൊണ്ടിരിക്കുന്നു. ഫാത്തിമ ഇവിടെ ഞങ്ങള് റൂമിൽ പോയി. നാളെ രാവിലെ ഇവിടെ നിന്ന് പോണം. അപ്പോൾ ഏതായാലും ഞങ്ങൾ റൂമിൽ കയറട്ടെ. റൂമിൽ കയറി കറക്കൊക്കെ ഒന്ന് മാറാൻ കഴിഞ്ഞ് ഒന്ന് കടന്നിട്ട് ഉറങ്ങിന വേണം. അപ്പം ഇനി ഏതായാലും എപ്പോഴും പറയണ മാതിരി തന്നെ ചാനൽ ആദ്യമായിട്ട് കാണൂല കാണിച്ചെങ്കിൽ നമ്മൾ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമൻ്റൊക്കെ ചെയ്തും കണ്ട് നല്ല സപ്പോർട്ട് ചെയ്യുക.
അപ്പോൾ ഓക്കെ ബൈ, അസ്സലാമു അലൈക്കും.